നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അറേസ് ആണ്. അറേസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്. സോ ഈ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരൊറ്റ വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ വാർ അനിമൽ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലോട്ട് ഞാൻ എലിഫൻ്റ് എന്ന് പറയുന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ സാധാരണ നമുക്ക് ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കൂ. ഇനി എനിക്ക് അടുത്തൊരു അനിമലിൻ്റെ പേര് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ശേഷം അനിമൽ 1 അതുപോലെ അതിൻ്റെ വാല്യൂ ക്യാറ്റ് എന്ന് കൊടുക്കാം. അതുപോലെ താഴോട്ട് അനിമൽ 2 അനിമൽ 3 എന്നീ രീതിയിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് അറേ ഉപയോഗിച്ച് ഈ അനിമൽ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം വേരിയബിൾ നെയിം അനിമൽ എന്ന് തന്നെ കൊടുക്കുന്നതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ വാല്യൂസ് കൊടുക്കുന്നു. സോ ഉദാഹരണമായി ഞാൻ ലയൺ, അതുപോലെ ടൈഗർ, അതുപോലെ ക്യാറ്റ്, അതുപോലെ ഡോഗ്. ഇപ്പോൾ ഞാൻ 4 വാല്യൂസ് ഈ അനിമൽ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വേരിയബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ അനിമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ വാല്യൂസും ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്ന് പറയുന്ന വാല്യൂസ് ഇവിടെ കാണാൻ സാധിക്കും. സോ സപ്പോസ് ഇനി നമുക്ക് ഒരു വാല്യൂ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ അത് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ അറേക്കുള്ളിലെ ഒരു എലമെൻറ്റ് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ അറേക്കുള്ളിലെ ഓരോ എലമെൻറ്റും ഓരോ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. സോ ലയണിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ടൈഗറിൻ്റെത് 1 ആയിരിക്കും, ക്യാറ്റിൻ്റെ 2 ആയിരിക്കും, ഡോഗിൻ്റെത് 3 ആയിരിക്കും. 4 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേക്കുള്ളിൽ ഏറ്റവും വലിയ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം നമ്മൾ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. ഉദാഹരണമായി എനിക്ക് ലയൺ എന്ന് പറയുന്ന വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ അനിമൽ എന്ന് കൊടുത്ത ശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ ഇൻഡെക്സ് നമ്പറായ 0 കൊടുക്കുക. ശേഷം ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലയൺ എന്ന് പറയുന്ന റിസൾട്ട് മാത്രം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ടൈഗറാണ് വേണ്ടതെങ്കിൽ ഞാൻ 1 കൊടുത്ത് സേവ് ചെയ്യുന്നു. അതുപോലെ ക്യാറ്റ് ആണെങ്കിൽ 2 കൊടുത്ത് സേവ് ചെയ്താൽ ക്യാറ്റ് ലഭിക്കും. അതുപോലെ 3 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡോഗ് ലഭിക്കുന്നു. ഇത്തരത്തിൽ ഒരു എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് അറേക്കുള്ളിലുള്ള ആ എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ഒരു അറേക്കുള്ളിലെ വാല്യൂ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ലയൺ ആണ്. സോ ഞാനത് മാറ്റി എനിക്ക് അവിടെ എലിഫൻ്റ് എന്ന് കൊടുക്കണം എന്ന് കരുതുക. സോ ഞാനിവിടെ ചെയ്യേണ്ടത് അനിമൽ, അതിനുശേഷം നമ്മൾ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. അതിന് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ശേഷം ഈക്വൽ ടു നമ്മളവിടെ എലിഫൻ്റ് എന്ന് കൊടുക്കുന്നു, എലിഫൻ്റ്. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അനിമൽ എന്ന് പറയുന്നതിൽ ലയൺ റീപ്ലേസ് ചെയ്ത് എലിഫൻ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ജസ്റ്റ് മുകളിലെ സെയിം കോഡ് ഇവിടെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു നെക്സ്റ്റ് ലൈനിൽ കിട്ടുന്നതിനൊരു BR ടാഗ് കൊടുക്കാം. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അനിമൽ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്ന് പറയുന്ന നമ്മൾ ഇനീഷ്യലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ വാല്യൂസ് ലഭിച്ചു. പിന്നെ നമ്മൾ അനിമലിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ അതിനെ ആക്സസ് ചെയ്ത് അതിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്തു. രണ്ടാമത് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എലിഫൻ്റ്, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂസ് ലഭിച്ചു. ഇത്തരത്തിൽ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ആദ്യത്തെ അറേയുടെ ഇൻഡെക്സ് നമ്പർ 0 നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ രണ്ടാമത്തെ അറേയുടെയും ഇൻഡെക്സ് നമ്പർ 0 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേത് നമുക്ക് ലയൺ എന്ന് ലഭിക്കുന്നു, രണ്ടാമത്തേത് നമുക്ക് എലിഫൻ്റ് എന്ന് ലഭിക്കുന്നു. കാരണം നമ്മൾ ഇവിടെ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്തു, അതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത്തരത്തിൽ നമുക്കൊരു ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് അതിൻ്റെ അറേക്കുള്ളിലെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു അറേക്കുള്ളിൽ എത്ര എലമെൻറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഉദാഹരണമായി ഇതിനുള്ളിൽ എത്ര എലമെൻറ്റ് 4 എലമെൻറ്റ് ഉണ്ട്. സോ ഇത് നമുക്ക് കണ്ടെത്തുന്നതിന് ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. സോ ഞാൻ var x ഈക്വൽ ടു അനിമൽ ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മുടെ അനിമൽ എന്ന് പറയുന്ന അറേക്കുള്ളിലുള്ള എലമെൻസിൻ്റെ എണ്ണം ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഇനി അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. കാരണം ഇപ്പോൾ ഈ അനിമൽ എന്ന് പറയുന്ന അറേക്കുള്ളിൽ 4 വാല്യൂസ് ആണുള്ളത്. ഉദാഹരണമായി ഞാൻ അവസാനമായി മറ്റൊരു വാല്യൂ കൂടി സ്റ്റോർ ചെയ്യുന്നു. ഫോക്സ് എന്ന് പറയുന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. ഇത്തരത്തിൽ ഈ ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഒരു അറേക്കുള്ളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറേക്കുള്ളിലുള്ള എല്ലാ വാല്യൂസും എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ var I = 0 എന്ന് കൊടുക്കുന്നു.
സോ നമ്മൾ 0 ഇൻഡെക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐയുടെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു ആദ്യം. ശേഷം ഐ ലെസ് ദാൻ നമ്മൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഓൾറെഡി ഈ അറേയുടെ ലെങ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് 5 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഐ ലെസ് ദാൻ എക്സ് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മളൊരു ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൂടി കൊടുക്കുന്നു. ശേഷം നമ്മൾ ഫോർ ലൂപ്പിനുള്ളിൽ വന്നതിന് ശേഷം നമ്മുടെ കോഡ് കൊടുക്കുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. സോ നമ്മൾ ഇതിനുള്ളിൽ എഴുതുന്നത് നമ്മൾ അനിമൽ ഓരോ ഇൻഡെക്സ് നമ്പറും നമ്മൾ ആക്സസ് ചെയ്താണ് ഇത് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഓരോ ഇൻഡെക്സ് നമ്പറും ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ അനിമൽ എന്ന് കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ ഐ കൊടുക്കുന്നു. സോ ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഐ 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ലെങ്ത് എത്രയാണോ ലെങ്ത്തിനേക്കാൾ ഒരു സംഖ്യ കുറവ് വരെ, അതായത് ഇപ്പോൾ ഇതിൽ 5 സംഖ്യ ഉണ്ടെങ്കിൽ 4 വരെ പോകും. 4 വരെ പോയി കഴിഞ്ഞാൽ തന്നെ 4 വരെ ഇൻഡെക്സ് നമ്പർ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോക്സ് വരെ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ അനിമൽ ഐ എന്ന് കൊടുക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വരുന്നതിന് വേണ്ടി നമ്മളൊരു BR ടാഗ് കൂടി കൊടുക്കുന്നു. BR ടാഗ് കൂടി കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൻ്റെ ഫംഗ്ഷൻ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ സെമി കോളൻ കൊടുക്കുന്നു. സോ നമുക്കിനി സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ്, ഫോക്സ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഈ ഫോക്സ് എന്ന് പറയുന്ന വാല്യൂ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 വാല്യൂസ് നമുക്ക് പ്രിൻ്റ് ആയി, നമ്മളിപ്പോൾ നിലവിലുള്ള 4 വാല്യൂസ് നമുക്ക് പ്രിൻ്റായി ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഒരു അറേക്കുള്ളിലുള്ള എല്ലാ വാല്യൂം ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു അറേക്കുള്ളിലോട്ട് പുതിയൊരു വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്ത് ചെയ്യാം. ഉദാഹരണമായി ഇതിൽ നമുക്കിപ്പോൾ ഉള്ളത് 4 എലമെൻറ്റ്സ് ആണ്. അതായത് ഇൻഡെക്സ് നമ്പർ 0 മുതൽ 3 വരെയാണുള്ളത്. ഇനി നമുക്ക് 5ാമതായി ഒന്ന് വേണമെങ്കിൽ നമ്മളിതുപോലെ അനിമൽ 5 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുത്ത ശേഷം നമ്മൾ എലിഫൻ്റ് എന്ന് കൊടുക്കുന്നു. എലിഫൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5ാമതായി എലിഫൻ്റ് എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അനിമൽ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ്, എലിഫൻ്റ് എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ നമ്മുടെ ഇനീഷ്യൽ അറേ എന്ന് പറയുന്നത് ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് വരെയായിരുന്നു. സോ നമ്മൾ 5ാമത്തെ ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്ത് എലിഫൻ്റ് എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ആഡ് ചെയ്തു. ഇതൊരു രീതിയാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് പുഷ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പുഷ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ അറേ നെയിം കൊടുക്കുക. അനിമൽ ഡോട്ട് പുഷ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുത്ത് ഞാനിതിനുള്ളിൽ ഫോക്സ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഈ ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്ന് പറയുന്ന നമ്മുടെ ഇനീഷ്യൽ അറേക്കുള്ളിലോട്ട് നമ്മൾ ഫോക്സ് എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്തു. സോ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫോക്സ് എന്ന് പറയുന്ന വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് ലഭിച്ചു. സോ ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂസാണ് കൊടുക്കേണ്ടതെങ്കിൽ ഫോക്സ് കോമ കൊടുത്ത ശേഷം നമുക്ക് എലിഫൻറ്റ്, അതുപോലെ ചീറ്റ, ഇതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്കിപ്പോൾ ഏകദേശം 7 എലമെൻറ്റ് നമുക്കിപ്പോൾ ലഭിച്ചു. ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ്, ഫോക്സ്, എലിഫൻറ്റ്, ചീറ്റ. ഫോക്സ്, എലിഫൻറ്റ്, ചീറ്റ എന്നത് നമ്മൾ പുഷ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആഡ് ചെയ്തതാണ്. ഇത്തരത്തിൽ നമുക്ക് പുഷ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു അറേക്കുള്ളിലോട്ട് നമുക്ക് പുതിയ വാല്യൂസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു അറേക്കുള്ളിലെ എലമെൻറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കിവിടെ ഇപ്പോൾ 5 എലമെൻ്റ് ഉണ്ട് നമ്മുടെ അനിമൽ എന്ന് പറയുന്ന അറേക്കുള്ളിൽ. സോ ഇതിൽ നിന്ന് നമുക്ക് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് വിവിധ മാർഗ്ഗങ്ങളുണ്ട്. സോ ഇതിൽ ആദ്യമായി വരുന്നത് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ ഞാനിവിടെ അനിമൽ ഡോട്ട് ഷിഫ്റ്റ് എന്ന് കൊടുക്കുന്നു. ഷിഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ഷിഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അറേക്കുള്ളിലുള്ള ആദ്യത്തെ എലമെൻറ്റ് ഡിലീറ്റ് ആവുന്നതാണ്. സോ ഇനി നമുക്ക് അനിമൽ എന്ന് പറയുന്ന അറേ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അനിമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ടൈഗർ, ക്യാറ്റ്, ഡോഗ്, ഫോക്സ് എന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഒറിജിനൽ അറേ എന്ന് പറയുന്നത് ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ്, ഫോക്സ് എന്നായിരുന്നു. ഈ ലയൺ എന്ന് പറയുന്നത് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെയുള്ള മറ്റൊരു മെത്തേഡാണ് പോപ്പ് എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു അറേക്കുള്ളിലുള്ള അവസാനത്തെ വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫോക്സ് ആയിരുന്നു. സോ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയൺ, ടൈഗർ, ക്യാറ്റ്, ഡോഗ് എന്ന് ലഭിക്കുന്നു. ഫോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലൈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സ്പ്ലൈസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു എലമെൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി എനിക്ക് ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യമായി ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ കണ്ടെത്തേണ്ടതുണ്ട്. സോ ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0, 1, 2 ആണ്. സോ നമ്മൾ ആദ്യത്തെ ഇൻഡെക്സ് നമ്പർ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം കോമ കൊടുത്ത ശേഷം രണ്ടാമതൊരു ആർഗ്യുമെൻറ്റ് കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് ക്യാറ്റ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 1 കൊടുക്കുന്നു. ഈ ഇൻഡെക്സ് നമ്പർ മുതൽ എത്ര എലമെൻ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് അടുത്തതായി ചോദിക്കുന്നത്. സോ നമ്മൾ ക്യാറ്റ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ 1 എന്ന് കൊടുക്കുക. ക്യാറ്റും ഡോഗ് ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. സോ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. 1 എന്ന് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം പുതിയ
അറേ പ്രിൻറ്റ് ചെയ്തപ്പോൾ ലയൺ ടൈഗർ ഡോഗ് ഫോക്സ് എന്ന് നമുക്ക് ലഭിച്ചു. ക്യാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലൈസ് മെത്തേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഡോഗ് കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ക്യാറ്റ് മുതൽ 2 എലമെൻറ്റ് അത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയൺ ടൈഗർ ഫോക്സ് എന്ന് ലഭിക്കുന്നു. ലയൺ ടൈഗർ ഫോക്സ് ക്യാറ്റ് ഡോഗ് നമ്മൾ ഈ സ്പ്ലൈസ് മെത്തേഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ്, അറേയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് സോർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ അറേക്കുള്ളിലുള്ള വാല്യൂ സോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. സോ ഞാനിവിടെ അനിമൽ ഡോട്ട് സോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ഇത് നമ്മുടെ ഈ അറേ സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ യഥാർത്ഥത്തിൽ ലയൺ ടൈഗർ ക്യാറ്റ് ഡോഗ് ഫോക്സ് എന്നായിരുന്നു നമ്മുടെ ഇനീഷ്യലി നമ്മൾ അറേ ഡിഫൈൻ ചെയ്തപ്പോൾ കൊടുത്തിരുന്നത്. സോ നമ്മൾ സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ക്യാറ്റ് ഡോഗ് ഫോക്സ് ലയൺ ടൈഗർ എന്ന് ആൽഫബറ്റ് ഓർഡറിൽ നമുക്ക് ലഭിച്ചു. സോ അതുപോലെ നമുക്ക് മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ വാർ നമ്പർ എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ 20, 50, 40, 90, 10 എന്നതുപോലെ ഒരു ഓർഡർ ഇല്ലാത്ത രൂപത്തിൽ ഞാൻ അറേ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നമ്പർ ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ശേഷം ഞാൻ ഈ നമ്പർ എന്ന് പറയുന്ന അറേ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മൾ അറേ നെയിം കൊടുക്കുന്നു നമ്പർ. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 10, 20, 40, 50, 90 എന്ന രീതിയിൽ ഓർഡറിലായിട്ട് നമുക്കത് പ്രിൻറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു അറേ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സോർട്ട് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നതുപോലെ നമുക്ക് അറേക്കുള്ളിൽ 20ഉം 90 നമുക്ക് കൂട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് 20ഉം 90ഉമാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. സോ നമ്മൾ 20ൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഒരു പ്ലസ് കൊടുത്ത ശേഷം 90ൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. 90ൻ്റെ ഇൻഡെക്സ് നമ്പർ നമുക്ക് വരുന്നത് 0, 1, 2, 3 ആണ്. സോ 3 കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 110 എന്ന് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു അറേക്കുള്ളിലുള്ള ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.